ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളം ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതം കൂട്ടണമെന്നാണ് കേരളം നിരന്തരമായി ആവശ്യപ്പെടുന്നത്. നമ്മുടെ ധനമന്ത്രി ഇതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തെങ്കിലും വെച്ചു കൊടുത്തുണ്ടോ? ആഷ്മിയുടെ ഒരു അറിവ് എങ്ങനെയാണ്? നമ്മൾ ഇന്നലെ നമ്മുടെ ധനപ്രതിസന്ധിയിൽ സഭയിൽ അടിയന്തര പ്രമേയമായിരുന്നു. പുതിയ നിരാശ പങ്കുവെക്കലാണ് ധനമന്ത്രി. നമ്മുടെ നികുതി വിഹിതം കുറയ്ക്കുന്നു, കേന്ദ്രം നമ്മളെ കഴുത്തു മുറുക്കുന്നു എന്ന് പറയുകയാണ്. പ്രതിപക്ഷം അതല്ല, കാരണം ധൂർത്താണ് എന്നൊക്കെ പറയുമ്പോൾ പോലും വിഹിതം കുറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിഹിതം കുറച്ചെങ്കിലും കൂട്ടിക്കിട്ടും. നമ്മുടെ കേരളയിൽ ഇപ്പോഴും ഗ്രീൻ സിഗ്നൽ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. കൊച്ചി മെട്രോ വികസനം, നമ്മുടെ വിഴിഞ്ഞം ഹബ്ബ്, ഗ്യാപ് ഫണ്ട് കിട്ടുമെന്ന പ്രതീക്ഷ, അങ്ങനെ പ്രതീക്ഷകൾ കുറേ അധികം ഉണ്ട്. കിട്ടുമോ എന്തോ. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് തന്നെയാണ് ഇത്തവണ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പടുകുഴിയിൽ നിൽക്കുന്ന കേരളത്തിന് കേന്ദ്ര ബഡ്ജറ്റ് ഏറെ നിർണായകമാണ്. സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ കടമെടുക്കാതെ മറ്റ് മാർഗങ്ങളില്ല. എന്നാൽ കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചതോടെ കേന്ദ്ര സഹായവും ഇളവുകളും സംസ്ഥാനത്തിന് കൂടിയേ തീരൂ. ധനകാര്യ കമ്മീഷന്റെ പൊതു മാനദണ്ഡങ്ങൾ പ്രകാരമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള പൊതു മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി കേരളത്തിന്റെ വായ്പാ പരിധി വർദ്ധിപ്പിക്കാനാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരത്തെ തന്നെ അറിയിച്ചതാണ്. 2023-24 സാമ്പത്തിക വർഷം കേരളത്തിന്റെ മൊത്തം വായ്പാ പരിധി 47,762 കോടി. ഇതിൽ 29,136 കോടി പൊതുവിപണിയിലെ വായ്പാ പരിധിയാണ്. പൊതുവിപണിയിൽ നിന്ന് 23,852 കോടി വായ്പയെടുക്കാൻ നേരത്തെ അനുമതി നൽകിയിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ കടമെടുക്കാൻ കേരളത്തിന് അനുമതിയുള്ളത് 1,800 കോടി മാത്രം. ഞങ്ങൾ ഈ പറയുന്ന കണക്ക് 50,000-ലധികം 57,000 കോടി എന്ന് പറഞ്ഞാൽ സാധാരണഗതി നമുക്ക് കിട്ടേണ്ടതാണ്. അർഹമായി കിട്ടാവുന്ന പണത്തിൽ നിന്നാണ് ഞങ്ങൾ, അല്ലാതെ ഞങ്ങളൊരു വലിയ തോതിൽ ബാധ്യത വരുമെന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റും കണക്ക് വെക്കില്ല. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് വികസന പദ്ധതികളെ പിന്നോട്ടടിക്കുന്നു എന്നതാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അധിക ഗ്രാന്റുകളും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ദേശീയപാത വികസനം, റെയിൽവേ വികസനം, ആരോഗ്യ മേഖല എന്നിവയ്ക്ക് കൂടുതൽ തുക അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതവും തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും പ്രതീക്ഷയുടെ പട്ടികയിലുണ്ട്. സെൻട്രിൽ നിന്ന് കിട്ടേണ്ട പണം അർഹമായത് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നില്ല. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ എക്സ്പെക്റ്റേഷൻ ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ്, റീസണബിൾ ആണ്. ആ റീസണബിൾ ആയിട്ടുള്ള കാര്യം തന്നെ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം പറയുന്നത്, അല്ലാതെ വേറെ ഞങ്ങൾ ഇല്ലാത്തൊരു കാര്യവും പറയുന്നില്ല. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കി ബഡ്ജറ്റ് ജനപ്രിയമാക്കുകയായിരിക്കും മോദി സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനിടയിൽ കേരളത്തിന് കൈത്താങ്ങാകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം.